സൗകര്യങ്ങളെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമുക്കത് വിശ്രമിക്കാനായിട്ട് ഈ വെയിലത്ത് നിന്ന് നമുക്ക് കുറച്ച് ആശ്വാസമായിട്ട് വിശ്രമിക്കാനായിട്ട് ഒരു ഇടം കിട്ടി. പിന്നെ ടോയ്ലറ്റിൽ പോകാനായിട്ട് അതൊരു വലിയ കാര്യമാണ്. ഈ ചൂടത്ത് നമ്മളെത്ര പിന്നെ ഫുഡ് കഴിക്കാനൊരു നല്ലൊരു ഏരിയ കഴിക്കുക, ആഹാരം കഴിക്കാൻ കാര്യങ്ങളുമായിട്ട് അതൊക്കെ വലിയൊരു ആശ്വാസമാണ്. എല്ലായിടത്തും കാണില്ല. നമ്മൾ പൊങ്കാലയിടാൻ വരുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിലുള്ളൊരു ടെൻഷൻ എന്ന് പറഞ്ഞാൽ വെയിലത്ത് നമ്മളെങ്ങനെ ആയിരിക്കും, കുഞ്ഞുങ്ങളോട്ടൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് ഇവിടുത്തെ ഒരു അന്തരീക്ഷം. പക്ഷേ കുഞ്ഞുങ്ങളോട്ടൊക്കെ വന്നിരിക്കാൻ പറ്റിയ, പൊങ്കാലിട്ടിട്ട് ഇത്തിരി നേരം നമുക്ക് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റിയ ഒരിടം വലിയൊരു ഉപകാരമാണ് സത്യം പറഞ്ഞാൽ. എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഉറപ്പായിട്ടും. നമ്മളൊക്കെ ദൂരോട്ടാണ് സാധാരണ ഇടാറ്. ഇപ്രാവശ്യമാണ് ഇവിടെ വന്നിട്ട് ഈ ഒരു ഭാഗത്ത് നമുക്ക് അടുത്ത പ്രാവശ്യം ഇവിടെ വന്ന് ഇടാൻ തോന്നും. പക്ഷേ എല്ലാം ഇട്ട് കഴിഞ്ഞിട്ടുള്ള കുറച്ച് നേരം നമുക്ക് വിശ്രമിക്കാനും ബാക്കി കാര്യങ്ങളൊക്കെ ഉള്ളു. അതൊരു വലിയ നമ്മുടെ നാട്ടിലേ ഉള്ളൂ സത്യം പറഞ്ഞാൽ. അങ്ങനെ ഞാൻ ഇന്ത്യൻ ആർമിയിലാണ് സർവീസ് ചെയ്യുന്നത്. പല സ്ഥലങ്ങളിലും ഞാൻ ഇതുപോലെ പോയിട്ടുണ്ട്. ഇത് തന്നെ. പക്ഷേ ഇത്രയും എന്ന് വെച്ചാൽ എന്താ പറയുക, ഒരു യൂണിറ്റി കേരളത്തിൽ മാത്രമേ ഉള്ളൂ. ഞാൻ ആർമിയിലാണ്. എന്താ പൊതുസമൂഹത്തോട് എന്താ പറയാനുള്ളത്? ഏതാ പൊതുസമൂഹത്തോട് ഈ ഒരു ഐക്യം? ഇല്ല, ഇങ്ങനെ പോകണം. കേരളം നല്ലൊരു മാതൃകയാണ് സത്യം പറഞ്ഞാൽ. മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് കേരളം നല്ലൊരു മാതൃകയാണ് എല്ലാ രീതിയിലും. മീൻസ് നമ്മുടെ ഇവിടെ എല്ലാ ജാതിമത ഇതുണ്ടെങ്കിലും നമ്മളങ്ങനെ അവരെല്ലാം ഒരുമിച്ച് എല്ലാ കാര്യങ്ങളും. അത് പക്ഷേ മറ്റൊരു സ്റ്റേറ്റുകളിലും നമ്മൾ കാണുന്നില്ല. നോർത്തിലൊക്കെ പോകുമ്പം സത്യം പറഞ്ഞാൽ അവർ ജാതി ചോദിച്ച് മാറ്റി നിർത്തുന്ന ഇതുണ്ട്. പക്ഷെ നമ്മുടെ ഇവിടെ അങ്ങനെ ഒരു ഇതുമില്ല. നമ്മൾ ഓണം ആഘോഷിക്കുന്നുണ്ട്, പെരുന്നാൾ ആഘോഷിക്കുന്നുണ്ട്, ക്രിസ്മസ് എല്ലാം ഒരുപോലെ നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. അതൊക്കെ ഒരു പക്ഷേ നമ്മുടെ കേരളത്തിൽ മാത്രമേ കാണാൻ ചാൻസ് ഉള്ളൂ. പുറത്തു പോകാനായിട്ട് ഞാൻ കണ്ടിട്ടില്ല. കാണാൻ ചാൻസ് കുറവായിരിക്കും. ഉറപ്പായിട്ടും ഇതാണ്. നമ്മൾ നോർത്ത് ഫ്രണ്ട്സിനോടൊക്കെ പറയാറുണ്ട്, അവർ ചോദിക്കാറുണ്ട്. അവർ ഈ ഫിലിമൊക്കെ കണ്ടിട്ട് നമ്മൾ ഫസ്റ്റ് ചോദിച്ചിട്ടുണ്ട്, ഫസ്റ്റ് ഫിലിമൊക്കെ കണ്ടിട്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ അത് റിയലൊന്നും അല്ല, അതൊരിക്കലും റിയലല്ല. ഇവിടെ വന്ന് നമ്മളെ ആൾക്കാരൊക്കെ കണ്ടറിഞ്ഞ് മനസ്സിലാക്കിയാൽ അവർക്ക് അതിന് ഡിഫറൻസ് മനസ്സിലാവും. അവിടെ ഇരുന്ന് കാണുന്നവർക്ക് സിനിമ കണ്ടിട്ടുണ്ടെന്നവർക്ക് പറയാം. അവർ വിചാരിക്കുന്നത് ഇതാണ് കേരളം. വന്നിട്ടില്ലാത്ത ഒരു നാടിനെക്കുറിച്ച് സിനിമ കണ്ട് മനസ്സിലാക്കി വെച്ചിരിക്കുകയാണ്. ആക്ച്വലി ഇവിടെ വന്ന് എന്താണ് കേരളം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ പറയാം അവരോട് ഉറപ്പായിട്ടും നമ്മുടെ നാട്ടിൽ വരണം. വന്ന് കണ്ട് മനസ്സിലാക്കിയാൽ അവർക്ക് കറക്റ്റായിട്ട് കേരളം എന്താണെന്നും ഇവിടുത്തെ ആളുകളുടെ സ്നേഹം, പരസ്പരമുള്ള സ്നേഹവും ഐക്യം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒരിക്കലെങ്കിലും അവർ നമ്മുടെ നാടൊക്കെ വന്ന് കാണണം. നമ്മളിപ്പോൾ ഇവിടുത്തെ ഈ ഒരു സ്റ്റാറ്റസൊക്കെ എടുത്ത് വാട്സപ്പിൽ കിടക്കുമ്പോൾ അവർക്കൊരു അത്ഭുതമാണ് സത്യം പറഞ്ഞാൽ. ഇവിടെയൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഉണ്ടോ എന്നുള്ളത്. അതൊക്കെ സത്യം പറഞ്ഞാൽ ഇതൊരു മാതൃകയാണ്. ഇങ്ങനെ നമ്മുടെ അമ്പലത്തിൻ്റെ ഇതിന് പള്ളിയായിട്ട് എല്ലാ ക്രിസ്ത്യൻ പള്ളിയാണെങ്കിലും മുസ്ലിം പള്ളിയാണെങ്കിലും നമ്മുടെ അമ്പലമാണെങ്കിലും